ഇന്നെല്ലാ രംഗത്തും അതാ. കുനിയിലങ്ങാടിയിൽ ഒരു കച്ചവടത്തിന് 4 ആള് കൂടി ഷെയർ എടുക്കും. അത്യാവശ്യം കച്ചവടം മന്തിപ്പീടിയ നല്ല നിലക്ക് മന്തി പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കൂടെ പൈസ ഇറക്കിയവനെ ആദ്യം കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ചാമ്പാൻ നോക്കും. 2-3 ആളെ ചാമ്പിയിട്ട് സ്വന്തം വരുതിയിലേക്കാക്കും. എല്ലാ നാട്ടിലും നടക്കുന്നുണ്ടാട്ടോ ഞാനിത് പറയുന്നത്. ഇവിടെ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞു പറയിപ്പിച്ചാന്നൊന്നും ആരും ചിന്തിക്കേണ്ട. എല്ലാ നാട്ടിലുള്ള സംഭവ. ആൾക്കാരെ കൂട്ടം കൂടി കച്ചവടം ചെയ്യിപ്പിച്ചിട്ട് അത്യാവശ്യം കഴിവുണ്ടാകുന്നുണ്ട്, ലാഭം ഉണ്ടെന്ന് നോക്കിയാൽ ഒരുത്തനെ അങ്ങ് മുക്കിക്കാളുക. കൂട്ടിൽ തന്നോനെ എന്തെങ്കിലും കൂടെ പൈസ ഇറക്കിയോനെ ഓന്റെ കൊടുത്ത് എന്തെങ്കിലും ഉണ്ടാക്കി, എന്നിട്ട് അവസാനം നമ്മളെ വരുതിയിലേക്കാക്കി. കൂടെ കൂടിയവൻ അവസാനം ആ പൈസക്ക് പോലും ഗതിയില്ലാണ്ട് പരക്കം പായ. വേറെ ചില മഹാന്മാരുണ്ട്, കൂട്ടം കൂടി നശിച്ചത് കൂടെ കൂടിയവന്റെ പൈസ, നശിക്കാത്തതോ അതിന്റെ പൈസ. ഓന്റെ ഒക്കെ ക്ലിയർ. പൈസ ഓന്റെ പോയതാ, ഇറക്കിയോന്റത് പോയതാ. ഇങ്ങനെ പല നിലക്കും മുതലുണ്ടാക്കി കുടുംബം നോക്കുന്നതിനേക്കാൾ നല്ലത് പട്ടിണി കിടക്കുന്നതാ. ആരാന്റെ കഫം കൊണ്ട്